ലോഗോസ് ക്വിസ് 2026 ഗലാത്തിയ, റൂത്ത്, 1 സാമുവൽ, സഭാപ്രസംഗകൻ, യോഹന്നാൻ. നമുക്കൊരുങ്ങാം. ഈശോ സ്നേഹിക്കുന്നവരെ, 100 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം: നവോമിയുടെ പുത്രന്മാരുടെ പേര് എന്ത്? ഓപ്ഷൻസ്: യാക്കോബ് ഏസാവ്, മഹ്ലോൻ കിലിയോൻ, പത്രോസ് യോഹന്നാൻ, മോശ അഹറോൻ. ഉത്തരം മഹ്ലോൻ കിലിയോൻ. അക്ഷരപ്പിശകുണ്ട്. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് എന്താണ് ചോദിച്ചത്? ആരാണ് ഈ യുവതി? എത്ര ധാന്യം കിട്ടി? ഇവർ എവിടെ നിന്ന് വന്നു? കൊയ്ത്ത് എന്ന് തീരും? ഇത് AI-യുടെ സഹായത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ മുൻപ് ചെയ്തതിൽ ഇവിടെ ഉത്തരം ആരാണ് ഈ യുവതി എന്നാണ്. ഓപ്ഷനുകളിൽ ഈ യുവതി ആരാണ്, ഇവൾ ആരാണ്, അങ്ങനെ പല ഓപ്ഷൻസ് വരാം. നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത് ആര്? ബോവാസ്, ബന്ധുക്കൾ, പട്ടണം മുഴുവൻ, പുരോഹിതന്മാർ? പട്ടണം മുഴുവൻ. കാര്യങ്ങൾ എങ്ങനെ ആകും എന്ന് കാത്തിരുന്നു കാണാം. ആരാണ് പറഞ്ഞത്? റൂത്ത്, ഓർഫ, ബോവാസ്, നവോമി? നവോമി. ബോവാസ് എവിടെ പ്രസിദ്ധനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറയുന്നത്? നസറത്തിൽ, ബേത്ലഹേമിൽ, ജെറുസലേമിൽ, എഫ്രാത്തായിൽ? പുസ്തകം PDF വേണമെങ്കിൽ പറയണേ. പുസ്തകത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ ഉള്ളതാണ്. ഏകദേശം ബേത്ലഹേമിൽ. അടുത്ത ചോദ്യം: നവോമിയുടെ ഭർതൃഗ്രഹത്തിൽ ഉണ്ടായിരുന്ന ധനികനാര്? എലിമെലക്ക്, കിലിയോൻ, ബോവാസ്, മഹ്ലോൻ? ബോവാസാണ്. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത്? വീടിൻ്റെ മട്ടുപ്പാവിൽ, ധാന്യകൂമ്പാരത്തിൻ്റെ അരികിൽ, വയലിൽ, നഗര കവാടത്തിൽ? പരീക്ഷയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഓപ്ഷൻ ധാന്യകൂമ്പാരത്തിൻ്റെ അടിയിൽ അങ്ങനെയൊക്കെ ഓപ്ഷൻ വന്നേക്കാം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മുമ്പ്. 8. നഗരത്തിൽ നിന്ന് ബോവാസ് ആരെയാണ് വിളിച്ചു കൊണ്ടുവന്നത്? പുരോഹിതന്മാരെ, ശ്രേഷ്ഠന്മാരായ 10 പേരെ, തൻ്റെ ബന്ധുക്കളെ, കൊയ്ത്തുകാരെ? ശ്രേഷ്ഠന്മാരായ 10 പേരെ. എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത്. മാറ, റൂത്ത്, ഓർഫ, സാറ? മാറ. റൂത്ത് എങ്ങനെയാണ് മെതിക്കളത്തിലേക്ക് ചെന്നത്? പഴയ വസ്ത്രം ധരിച്ച്, കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, സങ്കടത്തോടെ, രഹസ്യമായി? കുളിച്ച് തൈലം പൂശി നല്ല വസ്ത്രം ധരിച്ചു. കൊയ്ത്തുകാർ ബോവാസിനെ പ്രത്യഭിവാദനം ചെയ്തതെങ്ങനെ? സമാധാനം നിങ്ങളോട് കൂടെ, കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ, ദൈവം വലിയവനാണ്, സുപ്രഭാതം യജമാനനെ? കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. എവിടെ പോകുമ്പോഴാണ് സൂക്ഷ്മതയുള്ളവനായിരിക്കേണ്ടത്? രാജകൊട്ടാരത്തിൽ, യുദ്ധക്കളത്തിൽ, ദേവാലയത്തിൽ, വിരുന്നിന്? സഭാപ്രസംഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ദേവാലയത്തിൽ. ആർക്ക് കാണാനാണ് കണ്ണുള്ളത്? രാജാവിന്, ജ്ഞാനിക്ക്, പ്രവാചകന്, പുരോഹിതന്? ആർക്കാണ് കാണാൻ കണ്ണുള്ളത്? അതാണ് ജ്ഞാനിക്ക്. ധനം എത്രയായാലും അവന് മതി വരുന്നില്ല. ആർക്കാണ്? അധികാരം, സുഖം, ധനം, അറിവ്? ഓക്കെ, ഡാഷ് എത്രയായാലും എന്നാണ് അവിടെ പൂരിപ്പിക്കാൻ ചോദ്യം നേരെ വന്നുപോയി. ഓക്കെ, അതൊന്ന് എല്ലാവർക്കും ഒരു മാർക്ക് കിട്ടിയതായിട്ട് നമുക്കത് കൂട്ടാം. അത് അവിടത്തേക്ക് പ്രീതിയില്ലാത്തത് ആരിൽ? ദരിദ്രരിൽ, പാപികളിൽ, മൂഢരിൽ, ചുങ്കക്കാരിൽ? ഉത്തരം മൂഢരിൽ. എന്തിനെയാണ് ദൈവം യഥാകാലം തിരികെ കൊണ്ടുവരുന്നത്? കടന്നുപോയ ഓരോന്നിനെയും, മരിച്ചവരെ, നഷ്ടപ്പെട്ട ധനത്തെ, പഴയ നിയമങ്ങളെ? ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെ ആ ഒരു ഇതിൽ ഫോണിലൊന്നും പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടുകൂടിയാണ് നമ്മളത് ആദ്യമേ കംപ്ലീറ്റ് ചെക്ക് ചെയ്യാത്തതിന് ഒരു കാരണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് ഉള്ളതെന്ന് നേരത്തെ അറിയാത്തത്. നമ്മൾ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ ചെയ്തതാണ്. കടന്നുപോയ ഓരോന്നിനെയും. തലമുറകൾ വരുന്നു പോകുന്നു, ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു? പൂരിപ്പിക്കാനായിട്ടാണ് അവിടെ പിശക് വന്നിട്ടുണ്ട്. വസന്തങ്ങൾ ഉത്തരമാണ് തലമുറകളായിട്ട് വരേണ്ടത്. ഡാഷ് വരുന്നു പോകുന്നു എന്നാണ് വേണ്ടത്. വസന്തങ്ങൾ, തലമുറകൾ, വർഷങ്ങൾ, രാജ്യങ്ങൾ, തലമുറകൾ. ഓക്കെ, നിസ്സാര ചോദ്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ചോദ്യങ്ങളൊക്കെ. ഇതൊക്കെ 400 ചോദ്യങ്ങൾ വരുന്നതാണ്. നല്ല ചോദ്യങ്ങൾ പുറകെ വരുന്നുണ്ട്. ആരിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്?
ദൈവത്തിൽ നിന്ന്. ആർക്കാണ് സുഖനിദ്ര ലഭിക്കുന്നത്? രാജാവിന്, ധനികന്, അധ്വാനിക്കുന്നവന്, ജ്ഞാനിക്ക്. സുഖനിദ്ര ലഭിക്കുന്നത് ആർക്കാണ്? ഉത്തരം 19ാമത്തെ ചോദ്യമാണ്, അധ്വാനിക്കുന്നവന്. 20. സഭാപ്രസംഗം 4:7 പ്രകാരം മിഥ്യ കണ്ടതെവിടെ? ആകാശത്തിന് കീഴെ, സൂര്യനു കീഴെ, ഭൂമിയിൽ, ദേവാലയത്തിൽ. ശരിയായ ഉത്തരം സൂര്യനു കീഴെ. മനുഷ്യ മനസ്സിൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ത്? സ്നേഹം, കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം, പാപബോധം, ജ്ഞാനം. നേരത്തെ ഒരു 100 മാർക്കിൻ്റെ കൂടി ഉണ്ടായിരുന്നു. അതുപോലെ 5, 80 കിട്ടാത്തവർ ശ്രദ്ധിക്കുക, മെസ്സേജ് ഇടാം ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കമൻറ്റ്. അതുപോലെ ഇതിൻ്റെ PDF ലഭ്യമാവും. കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധമാണ്. സൂര്യന് കീഴെ എന്ത് ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ് 6:1 സഭാപ്രസംഗകൻ പറയുന്നത്. മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ, വലിയ സമാധാനം, പുതിയ കണ്ടുപിടുത്തങ്ങൾ, അനീതി. മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാത്തത് ആര്? പാപികൾ, രാജാക്കന്മാർ, ഭോഷന്മാർ, കുട്ടികൾ. ഭോഷന്മാർ. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ശാശ്വതമാണെന്ന് സഭ ഡാഷ് അല്ലെങ്കിൽ എന്താണ് ശാശ്വതമായതാണെന്ന് സഭാപ്രസംഗൻ അറിയുന്നത് പൂരിപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം, മനുഷ്യൻ്റെ പ്രയത്നങ്ങളെല്ലാം, പ്രകൃതിയിലെ മാറ്റങ്ങളെല്ലാം, നിയമങ്ങളെല്ലാം, ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം. ചോദ്യം വരുമെന്ന് തോന്നുന്നു. ചിരി ഭ്രാന്താണെന്നും ഡാഷ് നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി. സമ്പാദ്യങ്ങൾ, അറിവുകൾ, അധികാരങ്ങൾ, സുഖഭോഗങ്ങൾ. ഈ പൂരിപ്പിക്കാനുള്ളതിനാണ് കൂടുതൽ പ്രശ്നം വന്നേക്കുന്നത്. പുരോഹിതരും ലേവ്യരും യോഹന്നാനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? 3, 5, 6, 7. 6. കഴിഞ്ഞ പ്രാവശ്യം 1, 2 ചെറിയ പ്രശ്നങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. കാനായിലെ അത്ഭുതത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? ജെറുസലേമിലേക്ക്, കഫർനാമിലേക്ക്, നസറത്തിലേക്ക്, ബേത്ലഹേമിലേക്ക്. കഫർനാമിലേക്ക്. ഇതിന് തൊട്ട് മുമ്പത്തെ ചോദ്യം 6 ചോദ്യങ്ങൾ എന്നുള്ളതും ഇതും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് തോന്നുന്നു. ഇത് ഈ രീതിയിലുള്ളത്. പ്രത്യേകിച്ച് യേശു എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഭാവി കാര്യങ്ങളെപ്പറ്റി, അറിവില്ലാത്തവയെ പറ്റി, അറിയുന്നവയെ പറ്റി, പഴയ നിയമത്തെ പറ്റി. അറിയുന്നവയെ പറ്റി. കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു. ഈ വാക്യത്തിന് മുൻപ് യോഹന്നാൻ പറയുന്നത് എന്ത്? അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. അവൻ ദൈവപുത്രനാണ്. അവനിൽ ജീവനുണ്ടായിരുന്നു. ഇതിന് മുൻപെന്ത്, പിൻപെന്ന്, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വന്നിട്ടുള്ളതും വരുന്നതുമാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. മിക്കവാറും ഈ ഒരെണ്ണമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. കാരണം അങ്ങനെ ഒരു പ്രത്യേക ചോദ്യം തന്നിട്ടുണ്ടല്ലോ അവർ. നിക്കോദേമോസ് യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? പ്രഭോ, ഗുരു, റബ്ബി, കർത്താവേ. റബ്ബി എന്നുള്ളതാണ്. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു. അവൻ നിനക്ക് ഡാഷ് തരുകയും ചെയ്യുമായിരുന്നു. ഭക്ഷണം, ജീവജലം, കൃപ, അനുഗ്രഹം. ജീവജലം. പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ മിക്കവാറും മിസ്സായിട്ടുണ്ട്. സത്യത്തിന് സാക്ഷ്യം നൽകിയവൻ ആര്? പത്രോസ്, നിക്കോദേമോസ്, യോഹന്നാൻ, പീലിപ്പോസ്. യോഹന്നാൻ, സ്നാപ യോഹന്നാനാണ്. ബഥാനിയ എവിടെയാണ്? ചോദ്യം 33. ഗലീലി കടലിനക്കരെ, ജോർദാൻ്റെ അക്കരെ, ജെറുസലേമിനടുത്ത്, സമരിയായിൽ. ജോർദാൻ്റെ അക്കരെ. അടുത്തു നിന്ന് മണവാളിനെ ശ്രവിക്കുന്ന ഡാഷ് അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. ഓക്കെ, ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. സ്നേഹിതൻ, വധു, സഹോദരൻ, അതിഥി. ഇവിടെ സന്തോഷം എന്നുള്ള വേർഡാണ് പ്രശ്നമുള്ളൂ ഇവിടെ. ഓക്കെ, ഉത്തരം സ്നേഹിതൻ. ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ എത്ര ധനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല എന്നാണ് പറയുന്നത്. സ്പീഡ് കൂടുതലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ തൊട്ടാൽ പോസ് ആവും കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയാണ്. 100, 200, 300, 500. ഉത്തരം 200. അടുത്ത ചോദ്യം. നീയാണ് ഡാഷ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ലോകരക്ഷകൻ, പ്രവാചകൻ, ദൈവത്തിൻ്റെ പരിശുദ്ധൻ, ജീവൻ്റെ അപ്പം. ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യോഹന്നാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? പാപമോചനത്തിനായി, യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി, പുതിയ നിയമം സ്ഥാപിക്കാൻ, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ. യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി.
യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം, വെള്ളം വീഞ്ഞാക്കുന്നു, അന്ധന് കാഴ്ച നൽകുന്നു, രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു, ലാസറിനെ ഉയിർപ്പിക്കുന്നു. സി ആണ്, രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിയിരുന്നത്? സാലിമിനടുത്തുള്ള ഏനോനിൽ, ജെറുസലേമിൽ, കഫർനാമിൽ, ജോർദാൻ നദിയിൽ മാത്രം. സാലിമിനടുത്തുള്ള ഏനോനിൽ. 40-ാമത്തെ ചോദ്യം, വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിച്ച താര്? വിശുദ്ധ ലിഖിതവും യേശു ഫരിസേയർ, ജനക്കൂട്ടം, ശിഷ്യന്മാർ, യഹൂദർ. സി ആണ്, ശിഷ്യന്മാർ. 4-ാം സുവിശേഷത്തെ പ്രധാനമായും തരം തിരിച്ചിരിക്കുന്നത് എങ്ങനെ? 4-ാം സുവിശേഷത്തെ പ്രധാനമായും, അതായത് യോഹന്നാന്റെ സുവിശേഷത്തെ പ്രധാനം ജനനത്തിൻ്റെ പുസ്തകം, പീഡാസഹനത്തിൻ്റെ പുസ്തകം, അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിൻ്റെ പുസ്തകം, ഉപമകളുടെ പുസ്തകം, അത്ഭുതങ്ങളുടെ പുസ്തകം, വചനത്തിൻ്റെ പുസ്തകം, ജീവൻ്റെ പുസ്തകം. 4 ഓപ്ഷനുകളുണ്ട്. ഇതിൽ അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിൻ്റെ പുസ്തകം അതാണ്. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്നതിൻ്റെ ഗ്രീക്ക് മൂലം ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ, പുതിയതായി ജനിക്കുന്നില്ലെങ്കിൽ, ആത്മാവിൽ ജനിക്കുന്നില്ലെങ്കിൽ, വെള്ളത്താൽ ജനിക്കുന്നില്ലെങ്കിൽ. ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് നൽകിയിരിക്കുന്നത് എന്ത്? അധികാരം, വരം, മഹത്വം, അനുഗ്രഹം. വരം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് പറഞ്ഞതിനാൽ യേശുവിനെതിരെ പിറുപിറുത്തത് ആര്? ഗ്രീക്കുകാർ, സമരിയാക്കാർ, യഹൂദർ, റോമാക്കാർ. യഹൂദർ. എനിക്ക് തോന്നുന്നു ഫരിസേയർ, അങ്ങനെ കുറേ ഓപ്ഷനുകൾ തന്നാൽ കുറച്ചുകൂടി കൺഫ്യൂസിങ് ആകാൻ സാധ്യതയുണ്ട്. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? പ്രവാചകന്മാർ, നിയമജ്ഞർ, അധികാരികൾ, പുരോഹിതർ. ഇവിടെ ഫരിസേയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി കൺഫ്യൂസിങ് ആണെന്ന് തോന്നുന്നു. അധികാരികൾ, ഫരിസേയർ, നിയമജ്ഞർ അങ്ങനെ തിരിച്ചു മറിച്ചു. ഓക്കെ. ലാസറിനെ ഉയർപ്പിച്ച അടയാളം കേട്ടതുകൊണ്ട് ആരാണ് യേശുവിനെ സ്വീകരിക്കാൻ വന്നത്? പീലിപ്പോസ്, ഫരിസേയർ, ജനക്കൂട്ടം, ഗ്രീക്കുകാർ. ജനക്കൂട്ടം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പത്തെക്കുറിച്ച് ഈശോ എവിടെ വച്ചാണ് പറഞ്ഞത്? മലമുകളിൽ, കഫർനാമിലെ സിനഗോഗിൽ, ദേവാലയത്തിൽ, വള്ളത്തിൽ വച്ച്. ചോദ്യം വന്നേക്കുമെന്ന് തോന്നുന്നു. കഫർനാമിലെ സിനഗോഗിൽ. ആരാണ് ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നത്? പ്രവാചകൻ, ദൈവം അയച്ചവൻ, സ്നാപക യോഹന്നാൻ, പ്രധാന പുരോഹിതൻ. ദൈവം അയച്ചവൻ. ഇതും വരും തോന്നുന്നു. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ എവിടേക്കാണ് പോയത്? വീടുകളിലേക്ക്, മലമുകളിലേക്ക്, കടൽക്കരയിലേക്ക്, ദേവാലയത്തിലേക്ക്. ഇതും സാധ്യത ഉള്ളതുപോലെ തോന്നുന്നു. കടൽക്കരയിലേക്ക്. യേശു മഹത്വീകരിക്കപ്പെടുമ്പോൾ നൽകപ്പെടുന്നത് എന്ത്? നല്ലൊരു ചോദ്യമാണ്, വരാവുന്നതേ ഉള്ളൂ. കൃപ, ജീവൻ, സമാധാനം, ആത്മാവ്. 50-ാമത്തെ ചോദ്യമായിരുന്നു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. ആരുടെ വാക്കുകൾ? സദുക്കായർ, ഫരിസേയർ, യഹൂദ പ്രമാണിമാർ, ലേവ്യർ. ശരിയായ ഉത്തരം ഫരിസേയർ. മുമ്പ് അന്ധനായിരുന്നവനെ ആരുടെ അടുത്താണ് കൊണ്ടുവന്നത്? യേശുവിൻ്റെ പുരോഹിതന്മാരുടെ, ഫരിസേയരുടെ, മാതാപിതാക്കളുടെ. മുൻപ് അന്ധനായിരുന്നവനാണ്. അപ്പം അല്ലെങ്കിലും യേശു വഴിയിൽ വെച്ച് കാണുകയാണല്ലോ ചെയ്യുന്നത്. ഉത്തരം ഫരിസേയരുടെ. അപ്പോൾ അന്ധത മാറിയതിന് ശേഷമാണ്. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഓക്കെ. ഡാഷ് ദർശിക്കുമെന്ന്. അത്ഭുതം, സ്വർഗരാജ്യം, ദൈവമഹത്വം, നിത്യജീവൻ. ദൈവമഹത്വമാണ്. 40 യോഹന്നാൻ 40. അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അതിനുശേഷം യേശു എവിടേക്കാണ് പോകുന്നത്? ഗലീലയിലേക്ക്, അയച്ചവൻ്റെ അടുത്തേക്ക്, സ്വർഗത്തിലേക്ക്, ഈജിപ്തിലേക്ക്. അയച്ചവൻ്റെ അടുത്തേക്ക്. റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇത് ആരുടെ ചോദ്യമാണ്? ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? യഹൂദരുടെ, ശിഷ്യന്മാരുടെ, ജനക്കൂട്ടത്തിൻ്റെ, ഫരിസേയരുടെ. ശിഷ്യന്മാരാണിത് ചോദിക്കുന്നത്. ഒരു ദനാറ എത്രയാണ്? 10 ദിവസത്തെ കൂലി. 10 ദിവസത്തെ കൂലി, ഒരു മാസത്തെ കൂലി, ഒരു ദിവസത്തെ കൂലി, അല്ലെങ്കിൽ 5.7 ഗ്രാം. 5 ദിവസത്തെ കൂലി, ഒരു ദിവസത്തെ കൂലി. എവിടെ നിന്നാണ് അതിരാവിലെ യേശു വീണ്ടും ദേവാലയത്തിലേക്ക് വന്നത്? ബേത് ലെഹമിൽ നിന്ന്, ഒലിവുമലയിൽ നിന്ന്, ബഥാനിയയിൽ നിന്ന്, നസറത്തിൽ നിന്ന്. ഒലിവുമലയിൽ നിന്ന്.
അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളം വിശ്വസിക്കാതിരുന്നവർ ആര്? ശിഷ്യന്മാർ, പുരോഹിതർ, യഹൂദർ, റോമാക്കാർ. ഉത്തരം യഹൂദർ. ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏത്? 10, 9, 12, 11. എളുപ്പമാണ്, പക്ഷെ വന്നേക്കാം. 11. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ ആരാണ് ആനന്ദിച്ചത്? ദാവീദ്, മോശ, പിതാവായ അബ്രാഹാം, യാക്കോബ്. യേശു പറയുകയാണ്. ഉത്തരം പിതാവായ അബ്രാഹാം. വരുമോ? യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് അവനെ സ്വീകരിക്കാൻ ചെന്നത്? യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് അവനെ സ്വീകരിക്കാൻ ചെന്നത്? മറിയം, ലാസർ, മർത്ത, ശിഷ്യന്മാർ. മർത്ത. ഇതൊക്കെ വരാവുന്ന ഒരു ടൈപ്പ് ചോദ്യങ്ങൾ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. യേശു എവിടെയുണ്ടെന്നറിഞ്ഞാണ് ഒരു ഗണം യഹൂദർ വന്നത്. ജെറുസലേം, ബഥാനിയ, കാന, കഫർനാം. ബഥാനിയ. ഇനി 63. പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും? ഓക്കെ, അവിടെ ഡാഷ് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. അത്ഭുതങ്ങൾ, നന്മകൾ, അടയാളങ്ങൾ, കാര്യങ്ങൾ. അടയാളങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ആരുടെ ഇടയിലാണ് പരസ്യമായി സഞ്ചരിക്കാതിരുന്നത്? സമരിയാക്കാരുടെ, ഗ്രീക്കുകാരുടെ, യഹൂദരുടെ, വിജാതീയരുടെ. യഹൂദരുടെ. ദൈവത്തിൻ്റെ കൽപ്പന എന്താണ്? സ്നേഹം, നിത്യജീവൻ, വിശ്വാസം, സത്യം. നിത്യജീവൻ. ഇതിലെ കുറേ ചോദ്യങ്ങൾ എനിക്ക് വരുന്നത് പോലെ വല്ലാതെ ഫീൽ ചെയ്യുന്നു. യേശു ഉച്ചസ്വരത്തിൽ പറഞ്ഞു, സമാധാനം നിങ്ങളോടുകൂടെ, ഉണരുക, ലാസറെ പുറത്തു വരിക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ലാസറെ പുറത്തു വരിക. ആരാണ് ആടുകളുടെ വാതിൽ? പിതാവ്, പരിശുദ്ധാത്മാവ്, ഞാനാണ്, അതായത് യേശു. പത്രോസ്. യേശു. പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും? അങ്ങനെ ഇത്തരം ഒരേ ചോദ്യം 2 പ്രാവശ്യം വന്നു. അത് പ്രശ്നമാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പ്രവൃത്തികൾ, നന്മകൾ. അടയാളങ്ങൾ. നമ്മൾ കൊടുത്ത ചോദ്യം വേറെയായിരുന്നു, വന്നത് മാറിപ്പോയി. യേശു സുഖപ്പെടുത്തിയ അന്ധനെ കണ്ടപ്പോൾ എന്താണ് ചോദിച്ചത്? നിനക്ക് ഇപ്പോൾ കാണാമോ? മനുഷ്യപുത്രൻ നീ വിശ്വസിക്കുന്നുവോ? ആരാണ് നിന്നെ സുഖപ്പെടുത്തിയത്? നിന്റെ പാപങ്ങൾ പുറക്കപ്പെട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ? മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? 70. സ്വർഗത്തിൽ നിന്നുള്ള സ്വരം കേട്ടപ്പോൾ ആര് യേശുവിനോട് സംസാരിച്ചു എന്നാണ് ചിലർ പറഞ്ഞത്? ദൈവം, പ്രവാചകൻ, ഒരു ദൂതൻ, മോശ. ഉത്തരം ഒരു ദൂതൻ. വിശുദ്ധ പൗലോസ് ലീഹ ശരീരത്തിൽ എന്താണ് ധരിക്കുന്നത്? കുരിശിൻ്റെ അടയാളങ്ങൾ, യേശുവിൻ്റെ അടയാളങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, സ്നേഹത്തിൻ്റെ കവചം. യേശുവിൻ്റെ അടയാളങ്ങൾ. ആത്മാവിന് എതിരായിട്ടുള്ളത് എന്ത്? പാപങ്ങൾ, ലോകത്തിൻ്റെ മോഹങ്ങൾ, പിശാച്, ജഡമോഹങ്ങൾ. ഉത്തരം ജഡമോഹങ്ങൾ. അടുത്ത ചോദ്യം. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി ആരിലേക്കാണ് വ്യാപിക്കേണ്ടത്? യഹൂദരിലേക്ക്, ലോകം മുഴുവനിലേക്ക്, വിജാതീയരിലേക്ക്, ഇസ്രായേൽക്കാരിലേക്ക്. വിജാതീയരിലേക്ക്. ആരാണ് സ്വതന്ത്ര? ഹാഗാർ, സാറ, സ്വർഗീയ ജെറുസലേം, ഭൗമിക ജെറുസലേം. ഹാഗാർ, സാറ, സ്വർഗീയ ജെറുസലേം. 75. ചോദ്യം. സ്വന്തം ജഡത്തിനെ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് കൊയ്തെടുക്കുന്നത് എന്ത്? ജീവൻ, നാശം, ദുഃഖം, പാപം. ദുഃഖം, പാപം, നാശം. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ഗലാത്യക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ത്? ഉപവാസം, നിയമം, സ്നാനം, പരിച്ഛേദനം. സ്നാനം വന്നേക്കാമല്ലോ. നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല. എന്തുവഴി? അല്ലെങ്കിൽ ഡാഷ് വഴി. പ്രാർത്ഥന, സത്പ്രവൃത്തികൾ, നിയമാനുഷ്ഠാനം, ബലികൾ. നിയമാനുഷ്ഠാനം. നമ്മളിതിലെ അപാകതകൾ പരിഹരിച്ച് ഇനി പുതിയ വീഡിയോ ചെയ്യാം കേട്ടോ. 100 മാർക്കിൻ്റെ. നമ്മൾ ആരെപ്പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ്? അബ്രാഹത്തെ പോലെ ഇസഹാക്ക്, ഇസ്മായിൽ, യാക്കോബ്. ഇതിൽ ഇസഹാക്കാണ്. വിജാതിയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷിച്ചതാര്? യാക്കോബ്, യോഹന്നാൻ, പൗലോസ്, കേപ്പായാണ്. ആരെല്ലാമാണ് ഗലാത്യക്കാർക്ക് ലേഖനം എഴുതുന്നത്? പൗലോസും പത്രോസും. പൗലോസും എല്ലാ സഹോദരരും. തീത്തോസും പൗലോസും. ബാർണബാസും പൗലോസും എല്ലാ സഹോദരരും. ഇതും വരാവുന്നതേ ഉള്ളൂ. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരെല്ലാം? നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെടുന്നത് യാക്കോബ്, പത്രോസ്, യൂദാസ്, മത്തായി, മർക്കോസ്, ലൂക്ക. യാക്കോബ്, കേപ്പ, യോഹന്നാൻ, തോമസ്, പീലിപ്പോസ്, അന്ത്രയോസ്. യാക്കോബ്, കേപ്പ, യോഹന്നാൻ. ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? പക്ഷേ ആ ചോദ്യം വരും കേട്ടോ മിക്കവാറും. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുൻപ് നമ്മൾ ഡാഷിൻ്റെ കാവലായിരുന്നു. ഡാഷ്
ആവിർഭവിക്കുന്നതിന് മുൻപ്. കൃപ, വാഗ്ദാനം, രക്ഷ, വിശ്വാസമാണ്. എങ്ങനെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്? നല്ല പ്രവൃത്തികളിലൂടെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ, നിയമം പാലിക്കുന്നതിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ജെറുസലേമിൽ നിന്ന് പൗലോസ് എവിടേക്കാണ് പോയത്? റോമിലേക്ക്, സിറിയ, കിലിക്യ, ഗലാത്തിയ, എഫേസോസ്. സിറിയ, കിലിക്യ. ആരാണ് വിശ്വാസം വഴി ജീവിക്കുന്നത്? മനുഷ്യൻ, പുരോഹിതൻ, നീതിമാൻ, പ്രവാചകൻ. നീതിമാൻ ആണ് ഉത്തരം. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ്? ദാവീദിൻ്റെ, ദൈവത്തിൻ്റെ, അബ്രാഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ. അബ്രാഹത്തിൻ്റെ. ആരെയാണ് വിശ്വാസം വഴി നീതീകരിക്കുന്നത്? യഹൂദരെ, പാപികളെ, വിജാതീയരെ, എല്ലാവരെയും. വിജാതീയരെയാണ് എനിക്ക് തോന്നിയത്, കൺഫ്യൂഷൻ വന്നു. പൗലോസ് ലേഖ ജെറുസലേമിലേക്ക് പോകാതെ എവിടേക്കാണ് പോയത്? ദമാസ്കസിലേക്ക്, റോമിലേക്ക്, ഈജിപ്തിലേക്ക്, അറേബ്യയിലേക്ക്. ആരുടെ പാദങ്ങളെയാണ് അവിടുന്ന് കാക്കുന്നത്? രാജാക്കന്മാരുടെ, വിശ്വസ്തരുടെ, ദരിദ്രരുടെ, പ്രവാചകന്മാരുടെ. വിശ്വസ്തരുടെ. എൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്ന ഹന്നായ്ക്ക് എത്രയാണ് ഓഹരി കൊടുത്തിരുന്നത്? ഇരട്ടി. ഒരംശം മാത്രം. ഒന്നും കൊടുത്തില്ല, പകുതി. ഒരംശം മാത്രം. ഒന്നും കൊടുത്തിരുന്നില്ല. സാമുവലിനെ മൂന്നാമത് വിളിച്ചപ്പോൾ അത് കർത്താവാണെന്ന് ആർക്കാണ് മനസ്സിലായത്? ഹന്നായ്ക്ക്, ഏലിക്ക്, എൽക്കാനയ്ക്ക്, സാമുവലിന്. ഏലിക്ക്. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ എത്ര പടയാളികൾ നിലംപതിച്ചു? 10,000, 20,000, 30,000, 40,000. 30,000. ആരാണ് ബത്ഷമെഷ് അതിർത്തി വരെ അനുധാവനം ചെയ്തത്? ഇസ്രായേല്യർ, ഫിലിസ്തീയ പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ലേവ്യർ. പശുക്കളെ പേടകത്തൊക്കെ ഫിലിസ്തീയ പ്രഭുക്കന്മാർ. ആർക്കെതിരെയാണ് ആകാശത്തിൽ ഇടിമുഴക്കുന്നത്? കർത്താവ്. പാപികൾക്കെതിരെ, ഇസ്രായേലിനെതിരെ, പ്രതിയോഗികൾക്കെതിരെ, ഫിലിസ്തീയർക്കെതിരെ. പ്രതിയോഗികൾക്കെതിരെ. സാമുവലിൻ്റെ വാക്ക് ആരാണ് ആദരിച്ചത്? യഹൂദർ, പുരോഹിതന്മാർ, രാജാവ്, ഇസ്രായേൽ മുഴുവൻ. ഗത്തിലുള്ളവർ കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടപ്പോൾ പേടകം എവിടേക്കാണ് കൊണ്ടുപോയത്? അഷ്തോദിലേക്ക്, എക്രോണിലേക്ക്, ഷീലോയിലേക്ക്, ജെറുസലേമിലേക്ക്. എക്രോണിലേക്ക്. കർത്താവ് സാമുവലിനെ ആദ്യം എത്ര തവണ വിളിച്ചു? 1, 2, 3, 4. 2. കർത്താവിൻ്റെ പേടകം എത്ര മാസമാണ് ഫിലിസ്തീനയുടെ കൈകളിലായിരുന്നത്? 5 മാസം, 6 മാസം, 7 മാസം, 8 മാസം. 7 മാസമാണ്. മുലകൂടി മാറാത്ത ഒരു ആട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിന് അർപ്പിച്ചതാരാണ്? ഏലി, സാമുവൽ, എൽക്കാന, ദാവീദ്. സാമുവൽ. 100-ാമത്തെ ചോദ്യം. സാമുവലിൻ്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമേത്? റാമ, ഷീലോ, ബത്ഷമെഷ്, എഫ്രൈം, റാമ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാർക്ക് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.